പ്രധാനമായും ഈ ഒരു നബിദിനത്തെ ആഘോഷിക്കാൻ വേണ്ടി ഈ ഒരു ന്യായമായി കൊണ്ടുവരാനുള്ള ന്യായം എന്നുള്ളത് ഇതൊരു നല്ല കാര്യമല്ലേ എന്നുള്ളതാണ്. എന്തിനാ ഒരുമിച്ച് കൂടി കുറച്ച് പായസ ഭക്ഷണം കൊടുക്കല്ലേ, കുറച്ച് മൗലിദ് പ്രവാചകനെ പുകഴ്ത്തി പിരിയല്ലേ, എങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ന്യായങ്ങൾ, നല്ലതാണ് നല്ലതല്ലേ എന്നുള്ള ന്യായങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഒരു സംഭവത്തെ ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാലഘട്ടത്തിലെയും ബിദ്അത്തുകൾ ഉടലെടുക്കുമ്പോൾ അവരും ന്യായീകരിക്കാറുള്ള ന്യായീകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നല്ലതല്ലേ, ഞങ്ങൾ നിസ്കരിക്കണല്ലേ ഉള്ളൂ, ഞങ്ങൾ നോമ്പ് നോക്കണല്ലേ ഉള്ളൂ, ഞങ്ങൾ കുറച്ച് ദിക്റുകൾ വർദ്ധിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, ദിക്റും നോമ്പും ഖുർആനും ഒക്കെ പ്രമാണങ്ങളിൽ പഠിപ്പിച്ചെന്നിട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ബിദ്അത്താന്ന് എങ്ങനെ നിങ്ങൾ പറയാ എന്ന് എല്ലാ കാലഘട്ടത്തിലും ന്യായീകരണമായി നമുക്ക് ഒരു പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഒരു ചരിത്രം നമുക്ക് പഠിക്കാനുള്ളത്. മഹാനായ ഇമാം മാലിക് റഹിമുള്ളയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ചരിത്രമാണ്. മാലിക് റഹിമുള്ളയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ആ മനുഷ്യൻ വന്നുകൊണ്ട് മാലിക് റഹിമുള്ളയോട് ചോദിക്കുന്നുണ്ട്, മിൻ ഐന ഉഹ്രിം, ഞാൻ എവിടുന്നാണ് മാലിക് ഇഹ്റാം കെട്ടേണ്ടത്? ഹജ്ജിന് പോകുന്ന വ്യക്തിയാണ്, ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? ഫഖാല മിനൽ മീഖാത്തി, നീ മീഖാത്തിൽ നിന്ന്, എവിടെ നിന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചെന്ന സ്ഥലം, ആ മീഖാത്തിൽ നിന്നാണ് നീ ഇഹ്റാം കെട്ടിക്കൊണ്ട് പോവേണ്ടത്. അല്ലദീ വഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്ത് കെട്ടിയ സ്ഥലത്തിൽ നിന്ന്. അങ്ങനെ ഫഅഹ്റമ മിൻഹു, ആ വ്യക്തി അവിടെ നിന്ന് ഇഹ്റാം ചെയ്തു. അങ്ങനെ അത് ചെയ്തതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, ഫൈൻ അഹ്റംതു മിൻ അബ്അദ മിൻഹു, അതിനേക്കാൾ കുറച്ചും കൂടി വിദൂരമായ സ്ഥലത്ത് നിന്ന് ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചാലോ എന്ന് മാലിക് ഇമാമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മാലിക് ഇമാം റഹിമഹുല്ലാ അറാ ദാലിക, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഫഖാല മാ തക്റഹു മിൻ ദാലിക, നിങ്ങൾ എന്തുകൊണ്ടാണ് വെറുക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് എനിക്ക് അനുവദിച്ച് തരാതിരിക്കാനുള്ള കാരണം? അക്റഹു അലൈക്കൽ ഫിത്ന, ഞാൻ നിന്റെ മേലിൽ ഫിത്നയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാലിക് ഇമാം ഓതിക്കൊടുക്കുന്ന ഒരു ആയത്തുണ്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ മേൽ ഫിത്ന മുസീബത്തായി കൊണ്ട് ബാധിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്ന അധ്യായമാണ് ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹത്തിനോട് ഓതിക്കൊടുത്തത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്നിട്ട് ശേഷം ഈ ആയത്ത് ഓതിയതിനു ശേഷം ഇമാം മാലിക് റഹിമുള്ള പറയാണ്, വഅയ്യു ഫിത്നത്തിൻ അക്ബറു മിൻ അന്നക ഖസ്സസ്ത ബിഫദ്ലിൻ ലം യുഖസ്സ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമാക്കാത്ത ഒരു കാര്യത്തെ നീ പ്രത്യേകമായി ചെയ്യുന്നതിനേക്കാളും വലിയ ഫിത്ന നിന്റെ ജീവിതത്തിൽ വേറെ ഏതാ വരാനുള്ളതെന്ന് ഇമാം മാലിക് റഹിമുള്ള ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് പഠിപ്പിച്ചെന്ന വലിയൊരു അടിസ്ഥാനം എന്താണ്? നന്മകളാണ് ചെയ്യുന്നതെങ്കിലും ആ നന്മകൾക്ക് ശറഅ് പഠിപ്പിക്കാത്ത രീതിയിൽ, മതം പഠിപ്പിക്കാത്ത രീതിയിൽ ഒരു പ്രത്യേകത കൽപ്പിക്കുക എന്ന് പറയുന്നത് അത് ബിദ്അത്തിന്റെ പരിധിയിൽ വരാണ്.